പോപ്പ് സംഗീത രാജാവ് മൈക്കൽ ജാക്സൺ വിട പറഞ്ഞിട്ട് 15 വർഷം. മികച്ച നൃത്തവിസ്മയങ്ങൾ കാഴ്ചവെക്കുന്നവരെ ഇന്നും നീ ആരാ മൈക്കൽ ജാക്സണോ എന്ന് പുത്തൻ പുതുമയോടെ ചോദിക്കാറുണ്ട്. ചടുലമായ ചുവടുകളും മനം നിറയ്ക്കുന്ന സംഗീതവുമായി 4 പതിറ്റാണ്ടിലധികം വിസ്മയങ്ങൾ ഒരുക്കിയ സംഗീതത്തിലൂടെ സമൂഹത്തിന്റെ അപജയങ്ങൾക്കെതിരെ ശബ്ദിച്ച കലാകാരനായിരുന്നു ജാക്സൺ. തിളങ്ങുന്ന കണ്ണുകൾ, നിവർത്തിപ്പിടിച്ച കൈകൾ, വിസ്മയങ്ങൾ ഒരുക്കി കാഴ്ചക്കാരെ ഹരം കൊള്ളിച്ച MJ. ജനപ്രിയ സംഗീതത്തിന്റെയും ചടുല നൃത്ത വിസ്മയങ്ങളുടെയും കനൽ വഴി താണ്ടി ഒടുവിൽ കരിയറിനെ റദ്ദാക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളായ ശിശു പീഡന ആരോപണങ്ങൾ നേരിട്ട് കളമൊഴിയേണ്ടി വന്ന പോപ്പ് സംഗീതത്തിലെ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ ജീവിച്ച കലാകാരൻ. കടുത്ത വർണ്ണ വിവേചനത്തിന്റെ നാളുകളിലായിരുന്നു മൈക്കൽ ജാക്സൺ രംഗപ്രവേശനം ചെയ്തത്. സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം സംഗീതം കൊണ്ട് മൈക്കൽ ജാക്സൺ തുടച്ചു മാറ്റി. തന്റെ കൺമുന്നിൽ കണ്ട തിന്മകളെ ചോദ്യം ചെയ്ത ജാക്സണിലൂടെയായിരുന്നു ആധുനിക പോപ്പ് സംഗീതത്തിന്റെ വളർച്ച. പ്രണയം, വർണ്ണവിവേചനം, ഏകാന്തത, വനനശീകരണം, മലിനീകരണം, ദാരിദ്ര്യം, യുദ്ധക്കെടുതികൾ ജാക്സൺ തന്റെ ഗാനങ്ങളിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അനവധി. 1991 പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ സംഗീതജ്ഞനാക്കി ജാക്സനെ മാറ്റി. 1958 ഓഗസ്റ്റ് 29 ഇന്ത്യാനയിലെ ഉരുക്കു ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്ന ജോ ജാക്സൺ, കാതറിൻ എസ്തർ എന്നിവരുടെ 10 മക്കളിൽ 8ാമനായി ജനനം. കർക്കശക്കാരനായ അച്ഛന്റെ ശിക്ഷണത്തിൽ സഹോദരങ്ങൾക്കൊപ്പം ജാക്സൺ 5 എന്ന മ്യൂസിക് ട്രൂപ്പ് രൂപീകരിച്ചു. ട്രൂപ്പിലെ ഏറ്റവും ഇളയവൻ. പാട്ടുകൊണ്ടും ദ്രുത ചലനങ്ങൾ കൊണ്ടും മൈക്കിൾ അന്നും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാലം അത് ജാക്സൺ 5 തരംഗമായ കാലങ്ങളായിരുന്നു. ഗോട്ട് ടു ബി ദേർ, ബെൻ, മ്യൂസിക് ആൻഡ് മീ, ഫോറെവർ, ഓഫ് ദ വാർ, ത്രില്ലർ, ബാഡ്, ഡേഞ്ചറസ്, ഹിസ്റ്ററി ആൻഡ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ബുക്ക് 1, ഇൻവിസിബിൾ തുടങ്ങി നിരവധി ആൽബങ്ങൾ. സ്മൂത്ത് ക്രിമിനൽ എന്ന ഗാനത്തിനായി നിർമ്മിച്ച പ്രത്യേക ആന്റി ഗ്രാവിറ്റി ഷൂവിന്റെ പേറ്റന്റ് ജാക്സന്റെ പേരിലാണ്. സംഗീത ലോകത്തും പുറത്തും വിവാദങ്ങളുടെ തോഴനായിരുന്നു ജാക്സൺ. പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളും MJയെ വിടാതെ പിന്തുടർന്നിരുന്നു. ബാലപീഡകൻ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവൻ. 1993 ജാക്സൺ ജോർദാൻ ചാൻസലർ എന്നു പേരുള്ള ഒരു 13കാരനായ ബാലനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പിതാവായ ഡെന്റിൻ ഇവാൻ ചാൻസലർ ആരോപിച്ചത്. എന്നാൽ ജാക്സൺ ഇത് നിഷേധിച്ചിരുന്നു. 1994 മെയ് മാസത്തിൽ ജാക്സൺ റോക്ക് ആൻഡ് റോൾ രാജാവ് എൽവിസ് പെസ്ലിയുടെയും പ്രിസ്ല പെസ്ലിയുടെയും ഏക മകളായ ലിസ മേരി പ്ലെസ്ലിയെ വിവാഹം ചെയ്തു. ലിസയ്ക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് പൊതു സുഹൃത്ത് വഴിയാണ് ബന്ധം പുതുക്കിയത്. എന്നാൽ ഈ വിവാഹവും 2 വർഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ജാക്സന്റെ സ്വകാര്യ ഡോക്ടറായ കോൾറാഡ് മുറെ ജാക്സനെ അബോധാവസ്ഥയിൽ നിന്നും ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 50ാം വയസ്സിൽ ദുരൂഹമായ മരണത്തോട് കീഴടങ്ങിയ ജാക്സന്റെ അവസാന യാത്ര 250 കോടിയോളം ആളുകളാണ് തത്സമയം കണ്ടത്. പോപ്പ് സംഗീതത്തിൽ പകരക്കാരനില്ലാത്ത പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.